കടലാക്രമണം രൂക്ഷമായതോടെ പെർവാട് കടപ്പുറത്ത് ജിയോ ബാഗ് കടൽ ഭിത്തിയും കടലെടുക്കുന്നു. ശാസ്ത്രീയമല്ലാത്ത ഒരു പരീക്ഷണത്തിനും കടലാക്രമണത്തെ തടയാനാകില്ലെന്നാണ് ജിയോ ബാഗ് ഉപയോഗപ്പെടുത്തിയുള്ള കടൽ സംരക്ഷണ ഭിത്തി കൂടി തകർന്നതിലൂടെ വ്യക്തമാകുന്നത്. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ, അണങ്കൂർ, കാസർഗോഡ്. കോൺടാക്ട് 956266 66617. കടൽക്ഷോഭം തടയുവാൻ അധികൃതർ ഒന്നൊന്നായി ശാസ്ത്രീയമല്ലാത്ത പരീക്ഷണങ്ങൾ നടത്തി നോക്കുമ്പോഴും ശക്തമായ കടലേറ്റത്തെ ചെറുക്കുവാൻ ഒരു പദ്ധതികൾക്കുമാവുന്നില്ല. പെർവാട് കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന 150 മീറ്റർ സ്ഥലത്ത് പരീക്ഷണാർത്ഥമാണ് 2023 ജിയോ ബാഗ് ഉപയോഗപ്പെടുത്തിയുള്ള കടൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. 2 വർഷം പിടിച്ചു നിന്നെങ്കിലും ഇപ്പോഴത്തെ രൂക്ഷമായ കടലാക്രമണത്തെ ചെറുക്കുവാൻ ജിയോ ബാഗ് തീരസംരക്ഷണ പദ്ധതിക്കായില്ല. 2 ദിവസങ്ങളിലായി തുടരുന്ന ശക്തമായ കടലേറ്റത്തിൽ ഇന്നലെ ജിയോ ബാഗ് കടൽ ഭിത്തിയുടെ പകുതി ഭാഗവും കടലെടുത്തു കഴിഞ്ഞു. പെർവാട് കടപ്പുറത്ത് ചെറിയ കരിങ്കല്ല് കൊണ്ട് പാകിയ അവശേഷിച്ച കടൽ ഭിത്തി ഇന്നലെ കടലെടുത്തിരുന്നു. അതേസമയം കോയിപ്പാടിയിലെ വലിയ കരിങ്കല്ലുകളാൽ നിർമ്മിച്ച പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള കടൽ ഭിത്തിക്ക് യാതൊരു കുഴപ്പവുമില്ലാത്തത് തീരമേഖലയ്ക്ക് ആശ്വാസമായിട്ടുണ്ട്. കാലവർഷം തുടക്കത്തിൽ തന്നെ കടൽക്ഷോഭം രൂക്ഷമായതും കടലിൽ പോകുവാനാകാത്തതും ട്രോളിംഗ് നിരോധനവും തീരദേശവാസികളെ ദുരിതത്തിലും വറുതിയിലുമാക്കിയിട്ടുണ്ട്. ഇനിയുള്ള മഴക്കാലത്തെ ഓർത്ത് നെടുവീർപ്പെടുകയാണ് തീരദേശവാസികൾ. തീരദേശ മേഖലയിൽ ശാസ്ത്രീയമായ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. ഇതിനായുള്ള ശ്രമങ്ങൾ അധികൃതർ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പദ്ധതിയിലെ കാലതാമസം തീരദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.